നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. അന്വേഷണം പാളിയെന്നും പ്രസംഗം വേണ്ട രീതിയിൽ പരിശോധിച്ചില്ലെന്നും കോടതി. സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. രാജിയില്ല, നിയമപരമായി മുന്നോട്ടെന്ന് മന്ത്രി. കളമശ്ശേരിയിലെ ടാങ്കർ ലോറി അപകടം. ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് പോലീസ്. വളവിൽ വേഗതാ നിയന്ത്രണം പാലിച്ചില്ല. ലോറി ഇരുമ്പനത്തേക്ക് മാറ്റി. ഉടുപ്പിയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ശബരിമലയിൽ ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധന. വരുമാനവും ഉയർന്നു. ക്രമീകരണങ്ങൾ വിജയകരമെന്ന് സെക്ഷൻ ഓഫീസർ ന്യൂസ് 18നോട്. വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പ്രശ്നപരിഹാരം സങ്കീർണം. ബാങ്ക് വായ്പ എടുത്തവർക്ക് മൊറട്ടോറിയം ആശ്വാസമാകില്ല. കാലാവധി കഴിയുമ്പോൾ തിരിച്ചടക്കേണ്ടി വരിക പലിശയടക്കമുള്ള തുക. കാരണം 19 6 മാസം 8 മാസമായിട്ട് ഇതുവരെ മൊറട്ടോറിയൊക്കെ ഒന്ന് ബാങ്കുകാർ ചോദിച്ചില്ല. ഇത് കഴിഞ്ഞ പാട് 8 മാസം കഴിഞ്ഞ പാട് ഒരു കടലാസ് കൊണ്ടുപോയിട്ടുണ്ട്, ചുമരിൽ ഒട്ടിച്ചിട്ട്. ന്യൂസ് 18 വാർത്താ പരമ്പര മറന്നോ വയനാടിനെ തുടരുന്നു. ഇടുക്കിയിലെ പൊന്മുടി തൂക്കുപാലത്തിൽ തിരക്കേറുന്നു. ഒരേ സമയം നിരവധി പേർ എത്തുന്നത് അപകടമുണ്ടാക്കുമെന്ന് നാട്ടുകാർ. പുതിയ പാലം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു. 1957 പണിത തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും എങ്ങുമെത്തിയിട്ടില്ല. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും. പന്നിയാർ പുഴയ്ക്ക് കുറുകെ 100 അടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ആസ്വാദ്യകരമാണ്. അതുകൊണ്ട് തന്നെ പൊന്മുടിയിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായതായും പ്രദേശവാസികൾ പറഞ്ഞു. തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കുപാലത്തിലുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ പൊന്മുടി തൂക്കുപാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നതിനാൽ സുരക്ഷയുടെ ഭാഗമായിട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചു. ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പുലിപ്പേടി മാറാതെ കാസർഗോഡ് പടന്ന പിലിക്കോട് മേഖല. പുലി എത്തിയെന്ന് സ്ഥിരീകരിച്ചതോടെ സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയെ കണ്ടെത്താനായില്ല. 3 ക്യാമറകളും പരിശോധിച്ചുവെങ്കിലും കുറുക്കനും കുറുനരികളും പോലുള്ള ജീവികൾ മാത്രമാണ് ദൃശ്യങ്ങളിലുള്ളത്. പുലിയെ കണ്ട പ്രദേശങ്ങളിൽ വനംവകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞം പയറുമൂട് വാഹനാപകടത്തിൽ പോലീസുകാരന് ദാരുണാന്ത്യം. തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ശ്രീജിത്താണ് മരിച്ചത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനമിടിച്ചായിരുന്നു അപകടം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശ്രീജിത്ത് സഞ്ചരിച്ച ബൈക്കിന് പുറകിൽ ട്രാവലർ ഇടിക്കുകയായിരുന്നു. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 7 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കുന്താപുര ഉടുപ്പി ദേശീയപാതയിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിന് മുൻവശമായിരുന്നു അപകടം. പയ്യന്നൂർ കാര സ്വദേശികളായ ചിത്ര, അനിത എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ മീൻ ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മണിപ്പാലിലും വിവിധ ആശുപത്രികളിലുമായി പ്രവേശിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാർ പൂർണ്ണമായും തകർന്നു. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എംപിയും
ഷാഫി പറമ്പിലമ്പിയും മാധ്യമങ്ങളെ കാണുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നടത്തിയ പ്രചരണങ്ങൾ അത് ഏത് ഭാഗത്ത് നടന്നു എന്നറിയില്ല. പാലക്കാട് നഗരസഭയിൽ വോട്ട് വളരെയധികം വർദ്ധിച്ചു, രായിരിയിൽ കുറഞ്ഞു. അത് BJPക്ക് മേൽക്കൈയുള്ളതാണ് പാലക്കാട് നഗരസഭ. അതുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ 75% അല്ലേ? ആദ്യം ചാനലിൽ കാണിച്ചത് വൈകുന്നേരം 75% പാലക്കാട് നഗരസഭയിൽ നിന്ന്. പിന്നെ ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് 71%. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന കണക്ക് പ്രകാരം 67% ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും 74 കഴിഞ്ഞ തവണ. 75. പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രം 75 നടന്നു, 70%. അത് 67% എന്ന് വെച്ചാൽ 8% കുറവാണ് പാലക്കാട് നഗരസഭയിൽ പോളിംഗിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് പ്രായിരിയിൽ 1% വ്യത്യാസം അല്ലേ? 1% ലോക്സഭയായിട്ട് 1% വ്യത്യാസമുള്ളൂ. അവിടെ 71% അവിടുത്തെ പോളിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒട്ടും വോട്ട് കുറഞ്ഞിട്ടില്ല. BJPയുടേതാണെന്ന് പറയപ്പെടുന്ന മേഖലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 8% കുറഞ്ഞിരിക്കുകയാണ്. മാത്തൂര് കണ്ണാടി പഞ്ചായത്തിലൊക്കെ പോളിംഗ് വർദ്ധിച്ചിരിക്കുകയാണ്, ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ട് കൂടിയതിനനുസരിച്ചുള്ള ഉയർച്ച പോളിംഗിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഷാഫിക്ക് 2021 ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും 2024 എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി MP മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത്. സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി പൂർവ്വസ്ഥിതിയായി. അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല, സാങ്കേതികമായി തന്നെ പാടില്ല. ധാർമ്മികമായി പിന്നെ സംശയമില്ല. ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി ഒഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിന്റെ കീഴ്വഴക്കം രീതിയും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജിയായിരിക്കും ഉത്തമം. രാജിവെക്കില്ല എന്നൊരു പ്രതികരണമാണ് മന്ത്രി നടത്തിയിട്ടുള്ളത്. അത് ധാർമ്മികമായി ശരിയല്ല. അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. സാങ്കേതികമായി പോലും, കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം രാജിവെച്ചതല്ലേ. സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിയായി തുടരും? അതിനിപ്പോ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്നു. രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാനിപ്പോ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കീഴ്വഴക്കനുസരിച്ചും അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. അതാലോചിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും. മറ്റൊരു കാര്യം, സുപ്രഭാത പരസ്യമായി ബന്ധപ്പെട്ട് ഇന്നലെ തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കുകയും നടപടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. അല്ല, അതൊക്കെ ഇനിയിപ്പോൾ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നതിന് ശേഷം ആ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ചർച്ച പല തലത്തിലും നടക്കുന്നുണ്ട്. സമസ്തയൊക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടിയാലോചന ഉള്ളതാണല്ലോ. അതിന്റെ തലപ്പത്തിരിക്കുന്ന സമ്പന്നതരായ അതിന്റെ പണ്ഡിതന്മാരായ നേതാക്കളുമൊക്കെ ആയിട്ട് ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നടക്കും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ല, അതല്ല, അത് ഇതിപ്പോ റിസൾട്ട് വരട്ടെ. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, അവിടെ ആ പരസ്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. BJPയെ ജയിപ്പിക്കാനാണ് നോക്കിയത്. അതൊരു വസ്തുതയാണ്. ആർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അവിടെ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായാൽ അതിന്റെ ഗുണം കിട്ടുക BJPക്കാണ് എന്ന് ആർക്കും അറിയാതെ അല്ലല്ലോ. അതാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കി എന്ന് ഉള്ളത്
ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു മതേതര വിശ്വാസിക്കും ഭൂഷണമായ ഒരു സംഗതി ആയിരുന്നില്ല. പിന്നെ എങ്ങനെ ഈ തെറ്റുപറ്റി എന്ന് ചോദിച്ചാൽ BJP ജയിച്ചാലും തർക്കമില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നതൊക്കെ അല്പം കടന്ന കയ്യല്ലേ. അത് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്, ചെറുതായി കാണാൻ പറ്റൂല. പാലക്കാട് ആകെ ഒരു പോളിംഗിൽ കുറവുണ്ടായി. അപ്പോൾ തന്നെ പിരാരി പോലുള്ള UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലും പോളിംഗ് കുറവുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ വിലയിരുത്തിയപ്പോൾ UDFന്റെ നില ഭദ്രാണ്. കാരണം പാലക്കാട് നഗരസഭയിൽ മാത്രം ഉള്ള ഒരു ലീഡ് കൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായ UDF, മുന്നണിയായ UDF നേടുന്ന ആ ഒരു മേൽക്കൈ, അതായത് പാലക്കാട് മാത്രമേ ഉള്ളൂ BJPക്ക് ഒരു മേൽക്കൈ. ബാക്കി എല്ലാ സ്ഥാനത്തും ഞങ്ങൾ നേടുന്ന മേൽക്കൈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല വോട്ടിന് UDF ജയിക്കും. രണ്ടാം സ്ഥാനത്തെ അവർ വരുള്ളൂ, BJP വരുള്ളൂ സാധാരണഗതിയിൽ. പിന്നെ തെരഞ്ഞെടുപ്പല്ലേ, നമുക്ക് നോക്കാം. UDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ. നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. ഒപ്പം പാലക്കാട് UDFന് പ്രതീക്ഷയുണ്ട് എന്ന ആശങ്കയില്ല എന്ന കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടിയിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. RSS യുവമോർച്ച പ്രവർത്തകരാണ് പിടിയിലായത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ, റോഷിത്, ഷൈജു എന്നിവരാണ് പിടിയിലായത്. ഉള്ളിയേരി സ്വദേശിയായ രൂപേഷിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. മണിയൂർ സ്വദേശിയായ യുവാവിനാണ് മർദ്ദനമേറ്റത്. കോതമംഗലത്ത് മയക്കുമരുന്നുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. 18 ഗ്രാം ബ്രൌൺ ഷുഗറാണ് പിടിച്ചത്. അസം സ്വദേശികളാണ് പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ ആൾ പിടിയിൽ. കല്ലിയോട് സ്വദേശികളായ അഫ്സൽ, ആദിൽ എന്നിവരാണ് പിടിയിലായത്. നെടുമങ്ങാട്ടെ വീട്ടിൽ നിന്ന് ഇലക്ട്രോണിക് സാധനങ്ങളും പാത്രങ്ങളും മോട്ടോറും അടക്കം സംഘം മോഷ്ടിച്ചിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട പുളിങ്കോട് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ ആൾ പിടിയിൽ. വെള്ളറട സ്വദേശി രാമചന്ദ്രനെയാണ് പിടികൂടിയത്. ഇയാളെ ക്ഷേത്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 10 പവൻ സ്വർണവും പണവുമാണ് ഇയാൾ മോഷ്ടിച്ചത്. മലപ്പുറം അങ്ങാടിപ്പുറത്തേക്ക് പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയത് 30 കുതിരകളാണ്. പ്രവാസി വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാറാണ് പ്രത്യേക അനിമൽ ആംബുലൻസിൽ കുതിരകളെ ഇവിടെ എത്തിച്ചത്. അങ്ങാടിപ്പുറംകാർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. കുതിരകളെ പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരിക. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും കേരളത്തിലേക്ക് ഇത്രയുമധികം കുതിരകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. രാജസ്ഥാനിൽ നടക്കുന്ന പുഷ്കർ മേളയിൽ നിന്നാണ് വിഘ്നേഷ് വിജയകുമാർ കുതിരകളെ വാങ്ങിയത്. ഇതാദ്യമായല്ല ഇദ്ദേഹം കുതിരകളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന 30 എണ്ണം കൂടി ചേർക്കുമ്പോൾ 63 കുതിരകളാകും അദ്ദേഹത്തിന്റെ കൈവശം. എന്തിനാണ് കുതിരകളെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. മെയിനായിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊഴപ്പം എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്നതന്നെ ഒരു വലിയ ഇതാണ്. കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്രയധികം കുതിരകളെ കൊണ്ടുവന്നത്. കുതിരസവാരി കൂടുതൽ ജനകീയമാക്കുവാനും ഇതിനെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനും ചില പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. നമുക്കിതിൻ്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറയാം കണ്ടമാനം ഹോഴ്സ് ഷിപ്സുള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ്. മാർവാരി, നുക്ര എന്നീ ഗണത്തിൽപ്പെട്ട വിവിധ ഇനം കുതിരകളെയാണ് വിഘ്നേഷ് വാങ്ങിയിരിക്കുന്നത്. ലക്ഷങ്ങളാണ് പല കുതിരകളുടെയും വില. കുതിരകളെ അങ്ങാടിപ്പുറത്തെ മീൻകുളത്തേക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ് ഫാമിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ
കാണിക്കയായി സമർപ്പിച്ച താർ ലേലത്തിലെടുത്തും അമ്പലത്തിനു വേണ്ടി പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വിജയകുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. പഴയകാല ഓർമ്മകൾ കുട്ടികളിലൂടെ പരിചയപ്പെടുത്തുന്ന പഴമയിലെ പെരുമ ശ്രദ്ധ നേടി. കൊല്ലം പട്ടത്താനം SNDP UP സ്കൂളിലെ കുട്ടികളാണ് പഴയകാല വേഷവിധാനങ്ങളിൽ എത്തിയത്. പഴയകാല നാട്ടുചന്തയും ജമ്മിയും പോലീസുമെല്ലാമായി കുട്ടികൾ മാറി. ഇതൊരു വേഷപ്പകർച്ചയാണെങ്കിലും ചിലർക്ക് മറക്കാനാകാത്ത പഴമയുടെ ഓർമ്മകൾ കൂടിയാണ്. പഴയകാല ചായപീടികയിൽ ആളുകൾ ഒത്തുകൂടുന്നതും കുശലങ്ങൾ പങ്കുവയ്ക്കുന്നതും എല്ലാം പുനരാവിഷ്കരിച്ചു. ജന്മിത്വ വ്യവസ്ഥിതിയും പോലീസ് കള്ളനെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്നതുമെല്ലാം പഴമയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി. പരിപാടിക്ക് നൽകിയ പേരുപോലെ തന്നെ പഴമയുടെ പെരുമ ഇന്നും നിലനിൽക്കുന്നതാണെന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കുകയാണ് ലക്ഷ്യമെന്ന് അധ്യാപകർ. കേരളത്തിന്റെ പഴയകാല ചരിത്രം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ പഴമയുടെ പെരുമ എന്ന രീതിയിൽ ഈ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറെക്കാലത്ത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കണം എന്നുള്ളത്. എന്നിരുന്നാലും ക്ലാസിന്റെ തിരക്കുകൾക്കിടയിൽ അതിന് സമയം കിട്ടിയില്ല. ഇപ്പോൾ എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി, പ്രദേശത്തിൽ ഭംഗിയായി ഇത് പ്രദർശനം നടത്താൻ കഴിഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഭംഗിയായി ആത്മാർത്ഥതയോടുകൂടി പങ്കെടുത്തു. എല്ലാവർക്കും അഭിനന്ദനം. പഴയകാല വസ്തുക്കളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. അളവ് തൂക്കങ്ങൾക്കായി പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും നാണയവുമെല്ലാം പുതുതലമുറയ്ക്ക് അധ്യാപകർ വിവരിച്ചു നൽകി. PTA-യുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. ന്യൂസ് 18 കൊട്ടാരക്കര. കോതമംഗലം താളുംകണ്ടം പൊങ്ങിൻചുവട് ആദിവാസി നഗറുകളെ ബന്ധപ്പെടുത്തി KSRTC-യുടെ ട്രയൽ യാത്ര. പതിറ്റാണ്ടുകളായി ഈ മേഖലയിലുള്ളവരുടെ ആവശ്യമായിരുന്നു ഇത്. പൊങ്ങിൻചുവട് ആദിവാസി കുടിയിൽ നിന്നും രാവിലെ 6 മണിക്ക് എറണാകുളത്തേക്ക് ബസ് പുറപ്പെടും. വൈകിട്ട് 5:10 കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്ന് ഇടമലയാർ വഴി ബസ് 7 മണിക്ക് പൊങ്ങിൻചുവട് ആദിവാസി കേന്ദ്രത്തിലെത്തുന്ന തരത്തിലാണ് ക്രമീകരണം. മിസ് ഇന്ത്യ ആകാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം സഫലീകരിച്ചില്ലെങ്കിലും 2024 മിസസ് ഇന്ത്യ കിരീടം ചൂടി നേട്ടം കൈവരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായ പാർവതി രവീന്ദ്രൻ. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരിയായ പാർവതി ജന്മനാട്ടിൽ എത്തിയപ്പോൾ വൻ സ്വീകരണമാണ് നാട്ടുകാർ ഒരുക്കിയത്. മിസ് ഇന്ത്യ കിരീടം പാർവതിക്ക് ചെറുപ്പം മുതലുള്ള സ്വപ്നമായിരുന്നു. റാമ്പ് വാക്ക്, മോഡലിംഗ് എന്നിവയോട് വലിയ താൽപര്യമായിരുന്നു. വിവാഹിതരായ 35 വയസ്സുവരെയുള്ള യുവതികൾക്കായി നടത്തുന്ന മത്സരങ്ങളിൽ ഒന്നാണ് മിസസ് ഇന്ത്യ ക്യൂൻ ഓഫ് സബ്സ്റ്റൻസ്. വിവാഹശേഷമാണ് മിസസ് ഇന്ത്യ പട്ടം നേടാനുള്ള ശ്രമം തുടങ്ങിയത്. സ്ത്രീകളുടെ വ്യക്തിത്വം, ബുദ്ധിശക്തി, സമൂഹത്തെ പോസിറ്റീവായി സ്വാധീനിക്കാനുള്ള കഴിവാണ് ഈ മത്സരത്തിൽ പ്രാമുഖ്യം നൽകുന്നത്. കഴിവുകൾ പ്രകടിപ്പിക്കാനും വ്യത്യസ്ത വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും അവസരം ലഭിക്കും. ഇന്ത്യയിലെ ആദ്യമായിട്ട് വനിതകൾക്ക്, കല്യാണം കഴിഞ്ഞ വനിതകൾക്ക് വേണ്ടി ഉള്ളൊരു പാജന്റാണ് മിസസ് ഇന്ത്യ ക്വീൻ ഓഫ് സബ്സ്റ്റൻസ്. അതിൽ വിജയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. 2017 മിസസ് വേൾഡായ ദി ടിയാരയുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച പരിശീലനമാണ് വിജയത്തിൽ പങ്കുവഹിച്ചതെന്ന് പാർവതി പറയുന്നു. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളും പ്രകൃതി സൗന്ദര്യവും എടുത്തുകാട്ടുന്ന തരത്തിലുള്ളതായിരുന്നു വസ്ത്രം. ഓസ്ട്രേലിയയിലെ ഇല്ലവാര ഷൊൽ ഹാവൻ ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്ട് ക്ലിനിക്കൽ ബയോമെഡിക്കൽ ടെക്നിക്കൽ ഓഫീസറാണ് പാർവതി. മിസസ് ഇന്ത്യ കിരീടം നേടിയ ശേഷം നാട്ടിലെത്തിയ പാർവതിയെ നെടുമങ്ങാട് നഗരസഭയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചേർന്ന് ആദരിച്ചു. ഇനി മിസസ് വേൾഡ് കിരീടം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പാർവതി. മിസസ് ഇന്ത്യ കിരീടത്തിന് പുറമെ ബെസ്റ്റ് നാഷണൽ കോസ്റ്റ്യൂം, മിസസ് കമ്പാഷനേറ്റ് ബഹുമതികളും അവർക്ക് ലഭിച്ചു. ന്യൂസ് 18 നെടുമങ്ങാട്. തിരുവനന്തപുരം അരുവിക്കര ഡാമിൽ മാലിന്യം തള്ളുന്നത് തടയാൻ സ്ഥാപിച്ച ചുറ്റുവേലി കാട് കയറി നശിക്കുന്നു. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം അടക്കം തള്ളുന്നത് പതിവായിരുന്നു. കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി പ്രദേശം ശുചീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവന്റെ മരണത്തിൽ KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ കോളേജിൽ കടന്നു. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. ശശി നാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ശശി, എപ്പോഴായിരുന്നു മാർച്ച്?
അശ്വതി, അല്പം സമയം മുമ്പാണ് അമ്മു കെ സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോളേജിന് തൊട്ട് 100 മീറ്റർ ഇപ്പുറം വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകർ തടഞ്ഞിരുന്നു. പക്ഷേ ഈ ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ പിന്നീട് കോളേജിനുള്ളിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചില പ്രവർത്തകർ ക്ലാസ് റൂമിലേക്ക് എത്താനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ അപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് ആ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും വലിയ തോതിൽ ഉന്തും തള്ളും പരസ്പരം ഏറ്റുമുട്ടൽ പോലെ തരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രവർത്തകർ കോളേജിന്റെ വാതിൽക്കൽ സമരം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് എത്തിക്കുന്നവരെ പ്രവർത്തകരെ കയറ്റിവിടുമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. നേരത്തെ SFI കോളേജിന്റെ പടിക്കലാണ് സമരം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ സമരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പോലീസുകൊണ്ട് വാക്കേറ്റം ഉണ്ടാവും ഒന്നും തള്ളുകൊണ്ടതിന് ശേഷമാണ് പിന്നീട് പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകർ ഇപ്പോൾ കോളേജിന്റെ പടിക്കലെത്തി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധ സമരം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ ഈ കോളേജിന്റെ ഫ്രണ്ടിൽ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയാണ്. അശ്വതി. ശരി ശശി. പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അധ്യാപിക ഡോക്ടർ MR രശ്മി രചിച്ച ജനഹിത സാമ്രാജ്യം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സാംസ്കാരിക പ്രമുഖർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ ഡോക്ടർ ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി. മറക്കരുത് വയനാടിനെ. മൊറട്ടോറിയം പ്രഖ്യാപനം കൊണ്ട് വയനാട്ടിലെ ബാങ്ക് വായ്പാ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ലെന്ന് ദുരന്തത്തിനിരയായവർ. മൊറട്ടോറിയത്തിന്റെ കാലയളവ് കഴിഞ്ഞാൽ പലിശയടക്കം പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. സർവ്വസ്വത്തുക്കളും ഉപജീവന മാർഗവും ഇല്ലാതെയായ യൂസഫ് വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യം ഉന്നയിക്കുന്നവരിൽ ഒരാളാണ്. Good morning, teachers and all my dear friends. Today I would like to speak a few words about the importance of water. There is a famous saying, if you save water, water will save you. All living things on earth need water. Life without water can be never imagined. Human beings and all other animals cannot be survive without water. Planets also need water to grow and survive. 1ാം ക്ലാസ്സുകാരി റിഷ മെഹബിൻ വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരുപക്ഷെ ഉപ്പൂപ്പ യൂസഫിനും ഉമ്മുമ്മ സൂറാബിക്കും മനസ്സിലായിരിക്കണമെന്നില്ല. പക്ഷേ എല്ലാം തകർത്തെറിയുന്ന വെള്ളത്തിന്റെ രൗദ്രഭാവത്തെക്കുറിച്ച് ഇവർക്കല്ലാതെ മറ്റാർക്ക് പറയാനാകും? ദുരന്തം നടന്ന രാത്രി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യൂസഫ്. അക്കാരണം കൊണ്ടാണ് അദ്ദേഹവും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടത്. ദിവസങ്ങൾക്കപ്പുറം വീട് നിന്ന ഇടത്തുനിന്ന് ലഭിച്ച പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മുസല്ലയും കുറച്ച് രേഖകളും പോലീസ് അവർക്ക് നൽകി. 40 വർഷത്തോളം ചൂരൽമലയിൽ അവർ താമസിച്ചു എന്നതിന്റെ ഏകരേഖ. ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കിയത്. കിണർ വൃത്തിയാക്കുന്ന ജോലിയാണ് യൂസഫിന്. ജോലി സാമഗ്രികളും സ്കൂട്ടറുമെല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഇനി എന്തു ചെയ്യുമെന്നറിയില്ല. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ഇലക്ഷൻ്റെ പിറ്റേന്നും ഇലക്ഷൻ്റെ അന്ന് ഇങ്ങനെ രണ്ടാളും കൂടി പോയി. അവിടെ ഇലക്ഷൻ്റെ പിറ്റേന്നും പോയിട്ട് പുഴയെ കൂടെ ഇങ്ങനെ നടക്കുക. എൻ്റെ വണ്ടി എവിടെയും കിട്ടുമോ എന്നില്ല. വണ്ടി എൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. ബൈക്കൊരു പിന്നെ 2 വീലർ ഉണ്ടായിരുന്നു. അതെൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. അത് ഞാൻ അതുകൊണ്ട് മാത്രം പണിക്ക് പോകുന്നത്. ഞാൻ അതിലായിട്ട് പിക്കാസ് ഞാൻ പറഞ്ഞ സാറേ കുളങ്കോരി, കൊട്ട, ടിന്ന്, കയറ് എല്ലാ സാധനവും വെച്ച് കെട്ടി രാവിലെ എണിച്ചാൽ ഞാൻ എല്ലാ വീടുകളിൽ കൂടെ കിണർ കഴുകാൻ ഇങ്ങനെ ഫിറ്റ് ആങ്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയത് കുത്തി കൊടുക്കുക, ഇങ്ങനത്തെ പഠിക്കുക. എൻ്റെ കൂടെ വേറെ 3-4 ആളും ഉണ്ട്. ഞങ്ങളിങ്ങനെ അതിൽ നടക്കുന്നതാണ് സാർ. അപ്പോൾ വണ്ടി പോയത് വലിയ കഷ്ടത്തിലാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വായ്പയെടുത്താണ് വീട് നിർമ്മിച്ചത്. 2 ലക്ഷത്തിലധികം രൂപ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. നിലവിൽ മൊറട്ടോറിയത്തിന്റെ സാവകാശമുണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണെന്നും യൂസഫ്. അത് വലിയ പ്രശ്നമില്ല. അപ്പം മൊറട്ടോറിയം ഇതൊക്കെ കിട്ടുമെന്ന് പ്രശ്നമില്ല. പക്ഷെ നമ്മളിനിപ്പോൾ അത് കൊണ്ടുപോയിട്ട് മൊറട്ടോറിയം കഴിഞ്ഞ് ഒന്നിച്ചടക്കണം. 19 ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയതാണ്. കാരണം 19 6 മാസമോ 8 മാസമായിട്ട് ഇതുവരെ മൊറട്ടോറിയൊക്കെ ഒന്ന് ബാങ്കുകാർ ചോദിച്ചില്ല. ഇത് കഴിഞ്ഞ പാട് 8 മാസം കഴിഞ്ഞ പാട് ഒരു കടലാസ് കൊണ്ടുപോയിട്ടുണ്ട് ചുമരിൽ ഒട്ടിച്ചിട്ട്. ഒരു കടലാസ് കൊണ്ടുപോയിട്ട് ബാങ്ക് ചുമരിലൊട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിൻ്റെയൊക്കെ സ്ഥിതി അതേ സ്ഥിതിയായിരിക്കും. കാരണം ഈ മൊറട്ടോറിയം കൊണ്ട് നമ്മൾ തൽക്കാലം കടത്തിൻ്റെ മുകളിൽ കടം പിന്നെയും ആക്കുകയാണെന്നല്ലേ ഉള്ളൂ. പലിശ വീണ്ടും കീടല്ല സാറേ. അപ്പോൾ ബാങ്കുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അവർ കിട്ടാവുന്ന ഏത് വഴിയൊക്കെ ഉണ്ടോ അതൊക്കെ അവർ നോക്കും. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്കകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പഴയ പോലെ ജോലി ചെയ്യാനാകുമോ എന്നും അറിയില്ല. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ മുന്നിൽ വഴിയൊന്നുമില്ല. കേന്ദ്ര ഇടപെടലില്ലാതെ ഇക്കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചില്ലെങ്കിൽ
പ്രധാനമന്ത്രിയുടെ സന്ദർശനം നൽകിയ പ്രതീക്ഷ വെറുതെയാകുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷ. എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ മങ്ങിക്കിടക്കുകയാണ് സാറേ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം. നമ്മൾ ഇന്ത്യക്കാരല്ലേ സാറേ, അപ്പം നമുക്ക് പ്രഖ്യാപിക്കണം. നമുക്ക് കിട്ടാൻ നമ്മൾ കേരളം അതിലൊരു സ്റ്റേറ്റ് അല്ലേ, നമുക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സാറേ. എന്തെങ്കിലും തരും എന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇത് ഇവരുടെ മാത്രമല്ല, ദുരന്തത്തിനിരയായ വയനാട്ടിലെ സാധാരണക്കാരെല്ലാം പങ്കുവയ്ക്കുന്ന ഒരാശങ്കയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കളമശ്ശേരിയിൽ ഇന്നലെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി ഇരുമ്പനത്തേക്ക് കൊണ്ടുപോയി. റോഡ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത്. ഇരുമ്പനത്തെ BPCL പ്ലാന്റിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്ന കളമശ്ശേരി TVS ജംഗ്ഷനിൽ വെച്ച് മറിയുകയായിരുന്നു. ആശങ്കയുടെ ആ മണിക്കൂറുകൾ അവസാനിച്ചിരിക്കുന്നു. കൊച്ചിയിൽ മറിഞ്ഞ ടാങ്കർ, വാതക ടാങ്കർ അത് ഉയർത്തി. അതോടൊപ്പം തന്നെ അതിന്റെ ഡ്രൈവർ ക്യാബിൻ മാറ്റി. മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമം അത് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴത് വീണ്ടും ഇവിടേക്ക് BPCLന്റെ ഇരുമ്പനത്തുള്ള പ്ലാന്റിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം ഇതിനൊപ്പം തന്നെയും മറ്റേതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ഇന്ധനം നീക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി സജ്ജമാക്കിയ ഡമ്മി ടാങ്കർ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ നിന്ന് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുന്നു. ഇന്നലെ രാത്രിയാണ്, അർദ്ധരാത്രിയാണ് ഈ ടാങ്കർ വ്യാവസായിക വാതകവുമായി ഇവിടേക്ക് ഇരുമ്പനത്ത് നിന്ന് ഗുജറാത്തിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ കളമശ്ശേരിയിലെ TVS ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട് ഇവിടെ മറിയുന്നത്. 20 ടണ്ണോളം ഇന്ധനം ഇതിനകത്ത് ഉണ്ടായിരുന്നു, വാതകം ഇതിനകത്ത് ഉണ്ടായിരുന്നു. പ്രൊപ്പലൈൻ ഗ്യാസ് ആയിരുന്നു. ഗുജറാത്തിലേക്ക് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു BPCL നിന്ന്. ഇവിടെ വെച്ച് ഈ ടാങ്കർ മറിയുകയും അതിന് ഗുരുതരമായ രീതിയിൽ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. കാരണം ഇതിൽ നിന്ന് വാതകം ചോരുന്നുണ്ടോ എന്നായിരുന്നു ആദ്യത്തെ സംശയം. അതില്ല എന്ന് സ്ഥിരീകരിക്കും. തുടർന്ന് ഈ ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അർദ്ധരാത്രി പിന്നിട്ടതിന് ശേഷം ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ അതിന്റെ റെഗുലേറ്ററിൽ ചില തകരാറുകൾ കണ്ടു. ഇതിൽ ചോർച്ചയുണ്ട് എന്ന രീതിയിലേക്ക് വന്നു. പിന്നീട് പരിശോധനകൾക്ക് ശേഷം അത് നിയന്ത്രിതമായ രീതിയിലാണെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും BPCL അറിയിച്ചു. അവർ തന്നെ ആ റെഗുലേറ്ററിന്റെ ചോർച്ച പരിഹരിക്കുകയും തുടർന്ന് പുലർച്ചയോടുകൂടി ഡമ്മി ടാങ്കർ ഇവിടേക്ക് എത്തിക്കുകയും ഇതിൽ നിന്ന് വാതകം നീക്കണോ അതോ അതിന്റെ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുപോകണമോ എന്നതിലായിരുന്നു ചർച്ച. അതിൽ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുവരികയും ഇതിൽ തകരാറ് സംഭവിച്ച ഇതിൽ മറിഞ്ഞു വീണ ഡ്രൈവർ ക്യാബിൻ അത് പൂർണ്ണമായി മാറ്റി പുതിയ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുപോവുകയുമാണ്. അങ്ങനെ ഒരു ആശങ്ക ഇത് സംബന്ധിയായ കാര്യങ്ങൾ ഉണ്ടായിരുന്ന പൂർണ്ണമായും ഒഴിവായിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം ഇന്നലെ അർദ്ധരാത്രി മുതൽ അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. മറ്റു വഴിയിലൂടെയായിരുന്നു വാഹനം തിരിച്ചുവിട്ടിരുന്നത്. ഇനിയിപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്യും. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ BPCL അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആശങ്ക, വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. അത് പൂർണ്ണമായി മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമം പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും എല്ലാം പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അത് ഒഴിവായിരിക്കുന്നു എന്നതാണ്. കളമശ്ശേരിയിലെ ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കളമശ്ശേരിയിലെ ടാങ്കർ ലോറി അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് ട്രാഫിക് പോലീസ്. വളവിൽ വേഗതാ നിയന്ത്രണം പാലിച്ചില്ല. വലിയ വാഹനങ്ങളിൽ സഹായി വേണമെന്ന നിയമവും പാലിച്ചില്ലെന്ന് കൊച്ചി ഈസ്റ്റ് ട്രാഫിക് ACP AA അഷ്റഫ് പറഞ്ഞു. അപ്പോൾ ഒരു നിയന്ത്രിത സംവിധാനത്തിലൂടെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു വാഹനത്തെ, പ്രത്യേകിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന പ്രൊപ്പല്ലറാണ്, ഹൈലി ഇൻഫ്ലമേബിൾ ആണ്. അത്തരമൊരു ഇന്ധനം കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ഒരു കരുതൽ ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഇത്തരമുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ ഈ ഡ്രൈവർമാർക്ക് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നു. കാരണം പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് യാതൊരുവിധ ദോഷമില്ലാത്ത, അപകടമില്ലാത്ത രീതിയിൽ ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അതിലൊരു സ്പെയർ ഡ്രൈവറിനെ നമുക്ക് കാണുന്നില്ല. അതും വളരെ അത്യാവശ്യമാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5890 രൂപ, പവന് 47,120 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.